നമസ്കാരം. തിരുവനന്തപുരത്ത് കരുതലോടെ കളിച്ച് എയർ ഇന്ത്യ. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഹാങ്കർ യൂണിറ്റിനായി സൗജന്യമായി നൽകിയിരുന്ന 9.4 ഏക്കർ ഭൂമി തിരിച്ചെടുത്ത ശേഷം 3.51 കോടി രൂപ വാർഷിക പാട്ടനിരക്ക് ഏർപ്പെടുത്തി 10 വർഷത്തേക്ക് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്ന് ടാറ്റയുടേതാണ് എയർ ഇന്ത്യ. ഈ സാഹചര്യത്തിലാണ് കണ്ണായ ഭൂമി തിരിച്ചെടുക്കുന്നത്. എയർ ഇന്ത്യയുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ഈ തീരുമാനം. ഇതോടെ ഹാങ്കർ യൂണിറ്റ് തിരുവനന്തപുരത്ത് തുടരുമെന്നും ഉറപ്പായി. ചാക്കിലെ ഹാങ്കറിന് സൗജന്യ പാട്ടമായി നൽകിയ ഭൂമിക്ക് 53.33 കോടി രൂപ വിലയുണ്ടെന്നാണ് സർക്കാർ കണക്ക്. ആദ്യം നൽകിയിരുന്ന 15 ഏക്കറിൽ 4 ഏക്കറോളം ഭൂമി രാജീവ് ഗാന്ധി ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വിമാനത്തിന്റെ ടാക്സിവേ വികസനത്തിനുമായി തിരിച്ചെടുത്തിരുന്നു. ഹാങ്കറിന് ഭൂമി തിരിച്ചെടുക്കുന്നതായി സർക്കാർ ടാറ്റ ഗ്രൂപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ നിശ്ചയിക്കുന്ന പാട്ടത്തുക നൽകാൻ തയ്യാറാണെന്ന് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് അറിയിക്കുകയായിരുന്നു. എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തെ ഹാങ്കർ യൂണിറ്റിനായി സൗജന്യ നിരക്കിൽ പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് 15 ഏക്കർ ഭൂമിയാണ് എയർ ഇന്ത്യക്ക് 2006 സൗജന്യ പാട്ട നിരക്കിൽ അനുവദിച്ചത്. എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് കരസ്ഥമാക്കിയതിന് പിന്നാലെ അവരുടെ കൈവശമുണ്ടായിരുന്ന 4 ഏക്കറോളം ഭൂമി തിരിച്ചെടുത്ത് വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനടക്കം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു. റീജിയണൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന വെള്ളയമ്പലത്തെ പാട്ടഭൂമിയും കെട്ടിടവും ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ തെരഞ്ഞെടുക്കാനുള്ള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീസിനായും റവന്യൂ ഓഫീസുകൾക്കുമായും കൈമാറിയിരുന്നു. എയർ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഹാങ്കർ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന തിരുവനന്തപുരം പേട്ട കടകംപള്ളി വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 9.409 ഏക്കർ ഭൂമിയാണ് സ്വകാര്യവൽക്കരണത്തെ തുടർന്ന് തിരിച്ചെടുക്കാൻ നടപടി തുടങ്ങിയത്. സൗജന്യ പാട്ടഭൂമി തിരിച്ചെടുത്തതിന് പിന്നാലെ സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ പാട്ടത്തുക നൽകാൻ തയ്യാറാണെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. തുടർന്നാണ് ഹാങ്കർ യൂണിറ്റ് പ്രവർത്തിക്കുന്ന 9.409 ഏക്കർ ഭൂമി എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിന് 10 വർഷത്തേക്ക് 3,51,84,072 രൂപ വാർഷിക നിരക്കിൽ നിബന്ധനകളുടെ പാട്ടത്തിന് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ 3 കൊച്ചിയിൽ ഒരിടത്തുമായി 80 കോടിയിലേറെ വില മതിക്കുന്ന സർക്കാർ ഭൂമിയും സ്വത്തുക്കളും എയർ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്നു. ഇവയെല്ലാം പല ഘട്ടങ്ങളിലായി തിരിച്ചെടുത്തു. ഈ സ്ഥലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പാട്ടത്തിനോ സൗജന്യമായ പതിച്ചോ ഏറ്റെടുത്ത് നൽകിയതായിരുന്നു. ഇവ ഏറ്റെടുത്ത് കമ്പോളവില അടിസ്ഥാനമാക്കി പാട്ടത്തുക പുനർനിർണയിച്ചാണ് ഹാങ്കറിന് അനുവദിച്ചത്. എയർ ഇന്ത്യക്ക് തലസ്ഥാനത്ത് 15 ഏക്കറോളം ഭൂമിയാണ് 2006 സൗജന്യ പാട്ട നിരക്കിൽ അനുവദിച്ചത്. വിമാനത്താവളത്തോട് ചേർന്നുള്ള പേട്ട വില്ലേജിലെ 9.4 ഏക്കർ, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് എതിർവശത്തെ കവടിയാർ വില്ലേജിലെ 20 സെന്റ്, കവടിയാർ വില്ലേജിൽ വെള്ളയമ്പലത്തെ 87 സെന്റും എന്നിവയും ഇതിൽ ഉൾപ്പെടും. വെള്ളയമ്പലത്ത് കെൽട്രോണിന് എതിർവശത്തെ 86.27 സെന്റ് ഭൂമിയും കെട്ടിടവും 11.24 കോടി നൽകി സർക്കാർ വാങ്ങിയിരുന്നു. എയർ ഇന്ത്യക്ക് 1978 പതിച്ചു നൽകിയതായിരുന്നു വെള്ളയമ്പലത്തെ ഭൂമി. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ തിരഞ്ഞെടുക്കാനുള്ള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആസ്ഥാനമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 300 മുതൽ 400 വിമാനങ്ങൾ പുതുതായി എത്തും. അതിനാൽ വിമാന അറ്റകുറ്റപ്പണി ബിസിനസ്സിന് വലിയ സാധ്യതയാണുള്ളത്. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി വ്യവസായ നയത്തിലെ പ്രധാനപ്പെട്ടതായി ഉൾപ്പെടുത്തിയിരുന്നു. ഹാങ്കർ വിപുലീകരിച്ചാൽ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കും. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ വസ്തു പാട്ടത്തിന് എയർ ഇന്ത്യ സ്വന്തമാക്കുന്നത്.